ഹലോ ഗായ്സ് ഇസ്മിയർ സ്പോയ് വന്ന ബില്ലെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ വിചാരിക്കും അത്രയും ഒരു മാസം കൊണ്ട് 1000 രൂപ ഡിഫറൻസ് ഒന്നും അത്രയ്ക്ക് കറണ്ട് കൺസപ്ഷൻ ആണോ എന്ന് വിചാരിക്കും. പക്ഷേ ഇടയിൽ ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ എ സിയുടെ കറണ്ട് ബില്ലല്ല, ഒരു എ സി മേടിക്കുമ്പോൾ ഉള്ള കറണ്ട് ബില്ല് എത്ര, കറണ്ട് കൺസപ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ്. സോ ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ഒരു എ സി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എ സി ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ടാഗ് ചെയ്യാം, എ സി മേടിക്കുന്ന കാര്യങ്ങൾ, റിസർച്ചിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് എ സി മേടിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് വിപ്രോ സ്മാർട്ട് പ്ലഗ്, അതായത് എങ്ങനെ ഇറങ്ങാത്ത എ സിനെ സ്മാർട്ട് ആക്കാം, എങ്ങനെ സ്മാർട്ട് അല്ലാത്ത എ സിയിലെ പവർ കൺസപ്ഷൻ അറിയാൻ പറ്റും, അതിനുള്ള വീഡിയോയിന് വേണ്ടി ഞാൻ ഒരു വിപ്രോയുടെ സ്മാർട്ട് പ്ലഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ടാഗ് ഞാൻ എവിടെയെങ്കിലും ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലെങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ എ സിയുടെ കൺസപ്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കുറേ കമൻറ്റിൽ റിപ്ലൈ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എൻ്റെ ഒരു യൂസർ റിവ്യൂ പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ഒരു ഫെബ്രുവരി മൊത്തത്തിലുള്ള എ സിയുടെ പവർ കൺസപ്ഷൻ. 97 സംതിങ്, ലൈക്ക് 100-ന് താഴെയാണ് എ സിയുടെ പവർ കൺസപ്ഷൻ. ഞാൻ ഓൾറെഡി ജനുവരിയിലാണ് എ സി മേടിച്ചത്. അപ്പോൾ ഏത് എ സി മേടിക്കണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ റിസർച്ച് വീഡിയോ ഞാൻ ടാഗ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇട്ടേക്കാം. അതിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഏത് എ സിയാണ് എടുക്കേണ്ടത്, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫെബ്രുവരി മൊത്തത്തിൽ ഞാൻ ഫെബ്രുവരി 2-ാം തീയതിയോ 1-ാം തീയതിയാണ് എനിക്ക് വിപ്രോയുടെ സ്മാർട്ട് പ്ലഗ് വന്നത്. അപ്പം അതിൽ ഞാൻ എ സി കണക്ട് ചെയ്തപ്പോൾ കറക്റ്റ് കൺസപ്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ അത് കൺസപ്ഷൻ നോക്കിയപ്പോൾ 100-ന് താഴെയാണ്. അപ്പം എനിക്കിവിടെ എൻ്റെ വീട്ടിലിവിടെ നോർമലി വരുന്ന കറണ്ട് ബില്ലെന്ന് വെച്ചാൽ ഒരു 2800 3000 അടുപ്പിച്ചാണ്. അപ്പോൾ എ സി മേടിച്ച് വെച്ചപ്പോൾ മാർച്ച് 5-ാം തീയതിയാണ് കറണ്ട് ബില്ല് എടുക്കാൻ വരുന്നത്. അപ്പോൾ 5-ാം തീയതി വന്ന ബില്ലെന്ന് വെച്ചാൽ 4000 സംതിങ് ആണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ 4000 സംതിങ് ആണ് എനിക്ക് വന്നത്, വിച്ച് മീൻസ് ലൈക്ക് അറൗണ്ട് 1000 റുപ്പീസിൻ്റെ ജമ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും അത്രയും ഒരു മാസം കൊണ്ട് 1000 രൂപ ഡിഫറൻസ് ഒന്നും അത്രയ്ക്ക് കറണ്ട് കൺസപ്ഷൻ ആണോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല. സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം മിനിമം എങ്ങനെ പോയാലും ഒരു 14 മണിക്കൂറെങ്കിലും ഞാൻ എ സി യൂസ് ചെയ്യും. അത്ര യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും കറണ്ട് വന്നത്. സോ എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ യൂസേജ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പോലെ നിങ്ങൾക്ക് വിപ്രോയിൽ ആപ്പിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. വിപ്രോയിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ ഒരു ഫീച്ചറാണ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ട്രാക്കിങ്ങിലൂടെ എനിക്കറിയാൻ പറ്റും, ഓക്കെ എനിക്ക് കറണ്ട് ബില്ല് ഇതിൻ്റെ കൺസപ്ഷൻ്റെ യൂണിറ്റ് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കാൽക്കുലേഷനും ഈ സ്ലാബ് കറക്ഷൻസിൻ്റെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും 0 to 100 യൂണിറ്റ് ആണെങ്കിൽ ഇത്ര സ്ലാബ് വരുന്നത് കൊണ്ട് ഇത്രയും ഇത്രയും രൂപ പെർ യൂണിറ്റ്, അങ്ങനത്തെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അറിഞ്ഞൂടാ എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്തിടാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പെർ ഡേ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 14-15 മണിക്കൂറാണ്. സാറ്റർഡേ സൺഡേ മോസ്റ്റ്ലി യൂസ് കുറവായിരിക്കും. പക്ഷേ ബാക്കിയുള്ള എല്ലാ വീക്ക് ഡേയ്സും വർക്ക് വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഒരു ദിവസം മിനിമം ഒരു 14-15 മണിക്കൂർ വരെ. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റാണ്. സോ അല്ലാതെ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ഇപ്പോൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യും, മൊത്തത്തിലൊരു 6-7 മണിക്കൂർ 10 അവറിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 800, 700, 600 ആ റേഞ്ച് ബഡ്ജറ്റേ വരത്തുള്ളൂ. അതിൻ്റെ 2 മാസത്തെ ബില്ലും ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് 1500-നകത്ത് നിൽക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഇപ്പം നെക്സ്റ്റ് മന്ത് ഇപ്പം മെയ് 5-ാം തീയതി ഇപ്പം കറണ്ട് ബില്ല് എടുക്കാൻ വരുമല്ലോ. അപ്പോൾ പിന്നെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ 2 മാസത്തെ ബില്ല് എന്ന് പറയുന്നത് നല്ല സ്കൈ റോക്കറ്റ് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഭയങ്കര ചൂടുണ്ട്, ഞാൻ എ സി ഫുൾ ടൈം ഇട്ടേക്കും. അപ്പം ഇതിൻ്റെ അതും കൂടെ അറിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എത്രമാത്രം എ സി കറണ്ട് കൺസപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡു കൺസിഡർ ലൈക്കിംഗ്, ഷെയറിംഗ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐപാഡിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇടുമെന്ന്. ഐപാഡ് എങ്ങനെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യണമെന്ന്. അപ്പം ആ വീഡിയോ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ കാണാമല്ലോ, ഇതൊരു ഐപാഡാണ്, ഐപാഡ് മിനി 5 ആണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ വേറൊരു ചാനൽ എനിക്കുണ്ട്, ടെക്കായിട്ടുള്ള ചാനൽ, അതിൽ ജസ്റ്റ് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്ക്രീൻ കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ ഐപാഡിൽ ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാറിൽ കയറുമ്പോൾ ഞാൻ ഈ പച്ച ബട്ടൺ ഇങ്ങനെ അമക്കി കൊടുക്കുമ്പോൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഓട്ടോ ഹൈ ആയി ബ്ലാക്കായി നേരെ വരുന്നത് മാപ്പ് ആസ് വെൽ ആസ് മ്യൂസിക്. സോ നമുക്ക് ഒറ്റയടിക്ക് ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് GPS ഉള്ള മോഡലാണ്. GPS ഉള്ള മോഡലായതുകൊണ്ട് എനിക്ക് സിമ്മിനായിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഫോണുമായിട്ട് ചെതറിയേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. ഇത് ഹോം അടിക്കുമ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരും. ഇതിനെ ഓഫ് ചെയ്യുമ്പം ബ്രൈറ്റ്നസ് ഡിമ്മാവും, പഴയ സെറ്റപ്പിലോട്ട് ആവുകയും ചെയ്യും. കണ്ടോ,
അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ 2 കേസസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ലാഗാണിത്. കാരണം ഈ കേസസിൽ ഏതെങ്കിലും ഒരു കേസ് വേണം കാറിൽ ഘടിപ്പിച്ചിട്ട് എനിക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ്, അതായത് ഈ ഐപാഡ് അതിലോട്ട് സെറ്റ് ചെയ്യാൻ. സോ അത് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പോൾ ഐപാഡിനെ പറ്റി എന്തിനെങ്കിലും പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എസിയുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എസിനെ പറ്റി കൂടുതലുള്ള വീഡിയോ ഞാൻ ടാഗും ഡിസ്ക്രിപ്ഷനും ചെയ്തേക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാരണം കുറച്ചെങ്കിലും ലൈഫിൽ ക്വാളിറ്റി ആഡ് ഓൺ ആയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അൺഫിൽറ്റഡ് കണ്ടന്റുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഈസ് മി സ്പോയ് സൈനിങ് ഔട്ട്. ഗൈസ്.